ഹായ് ഗേസ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മെഡിക്കൽ ഇൻഷുറൻസ് എന്നുള്ള ടോപ്പിക്കാണ്. ഇതിന് മുമ്പിലത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോസ് കണ്ടിട്ട് ഈ ടോപ്പിക്കിലേക്ക് പോകുന്നത് നന്നായിരിക്കും. നമ്മൾ ഇൻഷുറൻസ് എന്നുള്ള ടൈം ഭയങ്കര കോമൺ ആണ്. നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇൻഷുറൻസ് എന്നുള്ളത്. നമ്മൾ പലരും വെഹിക്കിൾ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുള്ളവരാണ്. മെഡിക്കൽ ഇൻഷുറൻസ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടൈം തന്നെയാണ്. ഈ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ മറ്റൊരു ടൈം ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ളതാണ്. രണ്ടും സെയിം തന്നെയാണ്. എന്താണ് മെഡിക്കൽ ഇൻഷുറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലി നമ്മൾ പറയും, നമുക്ക് എന്തെങ്കിലും ഇൽനെസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ടായി നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ നമുക്കൊരു ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നത്, അല്ലേ? ഓക്കെ. അതേസമയം മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ ടേം പറയുന്നത് ഇൻഷുവേർഡും ഇൻഷുററും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മൾ പ്രീമിയം അടയ്ക്കണം, അല്ലേ? ഇപ്പോൾ ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നവരാണെങ്കിൽ നമ്മൾ പ്രീമിയം അടയ്ക്കും. മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി അല്ലെങ്കിൽ ഇയർലി നമ്മൾ പ്രീമിയം അടയ്ക്കുന്നവരാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കിനും ഈ പ്രീമിയം നമ്മൾ അടയ്ക്കുമ്പോൾ ആ അടയ്ക്കുന്ന എമൗണ്ട് എത്ര ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ പ്രീമിയം അടയ്ക്കുന്നത്. ഓക്കെ. അപ്പോൾ ആ ഇൻഷുർഡും ഇൻഷുററും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റിൽ ഈ പ്രീമിയം എന്നുള്ള ടേമും വരുന്നുണ്ട്. പ്രീമിയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇൻഷുർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെയാണ് ഇൻഷുർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻഷുറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് ആണോ എടുക്കുന്നത് അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി കുറച്ച് മെഡിക്കൽ ടേംസാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷുർഡ് എന്താണെന്നുള്ളത് പറഞ്ഞു, ഇൻഷുറർ എന്താണെന്നുള്ളത് പറഞ്ഞു, പ്രീമിയം പറഞ്ഞു. ഓക്കെ. ഇനി റിസ്ക് എന്നുള്ളൊരു ടേമുണ്ട്. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണേലും ആക്സിഡൻറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ എപ്പോൾ വേണേലും ഒരു ഇൽനെസ് ഉണ്ടാകാം. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒരു അസുഖം വന്നു അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. അതിനെയാണ് റിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഇൻക്ലൂഷനും ഉണ്ട്, എക്സ്ക്ലൂഷനും ഉണ്ട്. ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസിൽ കവേർഡ് ആവുന്ന കാര്യങ്ങളാണ് ഇൻക്ലൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും കവേർഡ് ആവണമെന്നില്ല, അല്ലേ? കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും, അതിനകത്ത് എല്ലാ കാര്യങ്ങളും കവേർഡ് ആവണമെന്നില്ല. ഈ കവേർഡ് ആവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതാണ് ഇൻക്ലൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കവേർഡ് ആവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ, അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് 1 മന്ത് അല്ലെങ്കിൽ 2 മന്തിന് മുമ്പ് നമുക്കുണ്ടാകുന്ന എക്സ്പെൻസുകളും അതുപോലെ തന്നെ ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞിട്ട് ഒരു 3 മന്ത് വരെ നമുക്കുണ്ടാകുന്ന എക്സ്പെൻസുകളൊക്കെ കവേർഡ് ആവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റൂം റെൻറ്റുകൾ, ഡോക്ടേഴ്സ് നേഴ്സസ് ചാർജസ്, ഇങ്ങനെയുള്ള എക്സ്പെൻസുകളെല്ലാം കവേർഡ് ആവുന്നതാണ്. ഇതിനെയാണ് ഇൻക്ലൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എക്സ്ക്ലൂഷനുണ്ട്. എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവേർഡ് ആവാത്ത കാര്യങ്ങൾ. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കോസ്മെറ്റിക് സർജറീസ് അല്ലെങ്കിൽ വൈറ്റമിൻസ്, ടോണിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഫാർമസിയിൽ നിന്ന് പർച്ചേസ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കവേർഡ് ആവുന്ന കാര്യങ്ങളല്ല. ഇൻഷുറൻസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കവേർഡ് ആവില്ല. ഇതിനെയാണ് എക്സ്ക്ലൂഷൻ എന്ന വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി മറ്റൊരു ടേമാണ്, ഇൻഷുറൻസിൽ തന്നെ വരുന്ന മറ്റൊരു ടേമാണ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം, സെക്കൻഡ് പാർട്ടി, തേർഡ് പാർട്ടി ക്ലെയിംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇൻഷുറൻസ് എടുത്തു, നമുക്ക് ആ ഇൻഷുറൻസ് കമ്പനിയാണ് നമ്മൾ ഇത്ര എമൗണ്ടിലുള്ള ഇൻഷുറൻസ് നമുക്ക് തരുന്നത്. അപ്പം അങ്ങനെ വരുമ്പം ഞാനും ആ കമ്പനിയും തമ്മിലാണ് കോൺട്രാക്റ്റ് വരുന്നത്, അല്ലേ? ക്ലെയിം നമ്മൾ റിക്വസ്റ്റ് ചെയ്യും കമ്പനിയുടെ അടുത്ത്. നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യും ക്ലെയിമിന് വേണ്ടിയിട്ട്. അതിൻ്റെ കമ്പനി നമുക്ക് എത്ര എമൗണ്ട് ആണോ അതിൻ്റെ ഒരു 90% അല്ലെങ്കിൽ 80% എമൗണ്ട് കമ്പനി നമുക്ക് തരും. ഇതാണ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയാണ്. ഫസ്റ്റ് പാർട്ടി നമ്മളാണെങ്കിൽ സെക്കൻഡ് പാർട്ടി ഇൻഷുറൻസ് കമ്പനിയാണ്. തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് പോവുകയാണ്, ഒരു വണ്ടി വന്ന് എന്നെ ഇടിച്ചു, എനിക്ക് ആക്സിഡൻറ്റ് പറ്റി, ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പക്ഷേ എനിക്ക് എൻ്റെ ഇൻഷുറൻസിൽ നിന്ന് എമൗണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ കാരണമല്ല ആക്സിഡൻ്റ് ആയിരിക്കുന്നത്, ഏത് കാറാണോ എന്നെ ആക്സിഡൻറ്റിലാക്കിയിരിക്കുന്നത്, അപ്പോൾ ആ വ്യക്തിയാണ് എനിക്ക് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്.
അപ്പോൾ അവയുടെ ഇൻഷുറൻസിൽ നിന്നായിരിക്കും എനിക്ക് പേയ്മെൻറ്റ് പോകുന്നത്. അതിനെയാണ് തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസിനകത്ത് 5 ടൈപ്സാണ് പറയുന്നത്. ഹോസ്പിറ്റലൈസേഷൻ കവറുണ്ട്, ഹോസ്പിറ്റൽ ക്യാഷ് കവറുണ്ട്, പേഴ്സണൽ ആക്സിഡൻറ്റ് കവറുണ്ട്, ടോപ്പപ്പ് കവറുണ്ട്, ക്രിട്ടിക്കൽ ഇൽനെസ് കവറുണ്ട്. ഇതിൽ ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന ടൈം തുടങ്ങി ഡിസ്ചാർജ് ആകുന്ന ആ ഒരു ടൈം വരെ നമുക്ക് എന്തൊക്കെ എക്സ്പെൻസുകൾ ഉണ്ടാവുന്നു. ചിലപ്പോൾ എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളായിരിക്കാം, എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ സർവീസ് ചാർജസ് ആയിരിക്കാം, നേഴ്സിംഗ് ചാർജസ് ആയിരിക്കാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇൻഷുറൻസ് കമ്പനി നമുക്ക് പേയ്മെൻറ്റ് തരണം. ഇതാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ. ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ 5 ദിവസമാണ് അഡ്മിറ്റ് ആയിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഈ 5 ദിവസം അഡ്മിറ്റായി നമുക്ക് ഓരോ ദിവസമായിരിക്കും ഇൻഷുറൻസ് കമ്പനി പേയ്മെൻറ്റ് തരുന്നത്. ഇപ്പോൾ ഒരു ദിവസം 2000 റുപ്പീസ് വെച്ചിട്ടാണ് തരുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ 5 ദിവസത്തേക്ക് 10,000 റുപ്പീസ് ആയിരിക്കും നമുക്ക് ഇൻഷുറൻസ് കമ്പനി തരിക. ഇതിൽ ചിലപ്പോൾ നമ്മളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ കവേർഡ് 2000 എമൗണ്ട് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ 1500 ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ 500 റുപ്പീസ് നമുക്ക് മറ്റെന്തെങ്കിലും എക്സ്പെൻസിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെയിലി ബേസിലായിരിക്കും നമുക്ക് ഇൻഷുറൻസ് കമ്പനി അതിൻ്റെ എക്സ്പെൻസ് തരിക. നെക്സ്റ്റ് ക്രിട്ടിക്കൽ ഇൽനെസ് കവറാണ്. ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ എന്തെങ്കിലും ഹാർട്ട് അറ്റാക്ക് പോലുള്ള ഡിസീസ് ഉണ്ടായി, അപ്പം എമർജൻസി ആയിട്ട് പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ആക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇൻഷുറൻസ് കമ്പനി നമുക്ക് തരുന്ന പേയ്മെൻറ്റാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ. നമുക്ക് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ആക്സിഡൻറ്റ് പോലെയുള്ള കാര്യങ്ങളുണ്ടായി, അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഡെത്ത് ആവുകയാണ് പേഷ്യൻ്റ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇൻഷുറൻസ് കമ്പനി നമുക്ക് കോമ്പൻസേഷൻ തരണം. ഡിസബിലിറ്റി ആണെങ്കിൽ അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കും തരുന്നത്. കോമ്പൻസേഷൻ ആണെങ്കിൽ ഓരോ ഇൻഷുറൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എത്ര എമൗണ്ട് ആണ് നമുക്ക് തരിക എന്ന് ഇൻഷുറൻസ് കമ്പനി തീരുമാനിക്കുന്നത്. അപ്പം അതിൻ്റെ ബേസിൽ നമുക്ക് തരുന്ന എമൗണ്ടാണ് പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വൺ ടോപ്പപ്പ് കവറാണ്. ടോപ്പപ്പ് കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓൾറെഡി നമ്മളൊരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഒരു 5 lakhിൻ്റെ ഇൻഷുറൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, എനിക്കൊരു 7 lakh റുപ്പീസ് ഹോസ്പിറ്റലിൽ എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 2 lakh എക്സ്ട്രാ വരുന്ന എമൗണ്ടാണ്. ഈ 2 lakh റുപ്പീസിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ എമൗണ്ട് പ്രീമിയം എമൗണ്ട് അടയ്ക്കേണ്ടി വരും. അത് ചിലപ്പോൾ ഒരു 5 lakhിനായിരിക്കും നമ്മൾ എമൗണ്ട് അടയ്ക്കേണ്ടി വരിക. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി ആ ഒരു 2 lakh എമൗണ്ടും കൂടെ നമുക്ക് തരും. നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യുന്ന പോലെ തന്നെ ഇൻഷുറൻസ് നമുക്ക് എക്സ്ട്രാ എടുക്കുന്ന എമൗണ്ടാണ് ടോപ്പപ്പ് കവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അറിയാനുള്ളത് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസുമാണ്. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ നോർമലി ഒരുപാട് പൈസ, നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പൈസ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും. ഇതിനെ ഈ ഡയറക്റ്റ് ഔട്ട് ഓഫ് പോക്കറ്റ് പേയ്മെൻറ്റ്സിനെ നമുക്കൊന്ന് വേണ്ടെന്ന് വെക്കാൻ വേണ്ടിയിട്ട് വളരെ അധികം പ്രയോജനകരമായ ഒരു കാര്യമാണ് മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത്. ഇത് നമ്മളൊരു പോവർട്ടിയിലേക്ക് തള്ളിവിടുന്നില്ല. അതുപോലെ തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്ന വഴിയായിട്ട് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കോസ്റ്റുകളൊന്നും നമുക്കുണ്ടാവുന്നില്ല. അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ള ട്രീറ്റ്മെൻറ്റ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഷുറൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ ഒരുപാട് ഇൻക്ലൂഷൻസ് ഉണ്ട്, എക്സ്ക്ലൂഷൻസ് ഉണ്ട്. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പെൻസുകളും നമുക്ക് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള ഫീസ് ചിലപ്പോൾ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇതൊക്കെയാണ് ഇൻഷുറൻസ് സ്കീമിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തോളൂ. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനലൊന്ന് ഫോളോ ചെയ്തോളൂ.